മുഖ്യമന്ത്രി ആരാകുമെന്നതിലെ ചർച്ചകളിൽ കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നറിയിപ്പുമായി ഹൈക്കമാൻഡ്. അനവസരത്തിൽ ചർച്ചകൾ വേണ്ട. തെരഞ്ഞെടുപ്പ് ഫലം വരും മുമ്പ് പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പത്തിന് വഴിവെക്കരുത്. അനാവശ്യ ചർച്ചകൾ വോട്ടർമാർക്കിടയിൽ അവമതിപ്പുണ്ടാക്കുമെന്നും ഹൈക്കമാൻഡ് നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഡാൻ കുര്യൻ ചേരുന്നു വിവരങ്ങളുമായി. ഡാൻ, ഫലമൊന്നും വന്നിട്ടില്ല. മെയ് 4 തീയതിയാണ്. ഒരു മാസക്കാലം ഇനി ഏറെക്കുറെ ബാക്കിയുണ്ട്. അപ്പോഴേക്കും തുടങ്ങിയിട്ടുണ്ട് ആരാണ് മുഖ്യമന്ത്രി എന്നുള്ളതിൽ ചർച്ചയും സംസാരങ്ങളുമൊക്കെ. ഇപ്പോൾ കെ.സി. ജോസഫ് ഉൾപ്പെടെ അതിനെതിരെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഹൈക്കമാൻഡ് സ്വീകരിക്കുന്ന നിലപാട് എന്താണ്? ഇതിൽ ഒരു തരത്തിലും ഇനി മിണ്ടിപ്പോകരുത് എന്നാണോ? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളുടെ പേര് പറഞ്ഞുകൊണ്ട് സൈബർ ഇടങ്ങളിൽ അടക്കം വലിയ തരത്തിലുള്ള പ്രചാരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് തെരഞ്ഞെടുപ്പ് ഒറ്റക്കെട്ടായാണ്, നേതൃത്വം ഒറ്റക്കെട്ടായാണ് നയിച്ചത്. അതുകൊണ്ട് തന്നെ കൂട്ടായ നേതൃത്വമാണ് ആ കാര്യത്തിൽ ഒരു ഫലം അനുകൂലമായി മാറിയാൽ, അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന പോലെ വലിയൊരു വിജയമുണ്ടായാൽ അത് കൂട്ടായ നേതൃത്വത്തിൻ്റെ ക്രെഡിറ്റാണ് എന്നാണ് ഹൈക്കമാൻഡ് നിലപാട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിലേക്കോ അവകാശവാദങ്ങളിലേക്കോ ഒന്നും കടക്കേണ്ടതില്ലെന്ന നിലപാടിലാണ് ഹൈക്കമാൻഡ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട സമൂഹ മാധ്യമങ്ങളിലടക്കം തുടക്കമിട്ടിരിക്കുന്ന ചർച്ചകൾ അനഭിലഷണീയമാണ്. അത് തെറ്റായ പ്രവണതയാണ്. അത് പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പത്തിന് വഴിവെക്കും. അത് ജനങ്ങൾ വിശ്വസിച്ചാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ തുടർ ഭരണത്തിലുള്ളൊരു സാഹചര്യം ഒരുക്കുന്നത്. അതുകൊണ്ട് അതിനുള്ളൊരു നീതി നിഷേധമായി, അല്ലെങ്കിൽ അതിൽ പൊതുജനങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമായി ഇത്തരം ചർച്ചകൾ മാറാൻ പാടില്ല എന്നൊരു നിലപാടിലേക്കാണ് ഹൈക്കമാൻഡ് എത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നതിന് ശേഷം കോൺഗ്രസിൻ്റെ ഉന്നത ബോഡിയായ, അതായത് ഹൈക്കമാൻഡ് അതുമായി ബന്ധപ്പെട്ട് വിശദമായ യോഗം നടത്തിയതിനു ശേഷം MLA-മാരുടെ അഭിപ്രായം കൂടി പരിഗണിച്ചുകൊണ്ട് സാധാരണയായി ഏത് തരത്തിലാണോ പാർലമെൻ്ററി പാർട്ടി ലീഡറെ തിരഞ്ഞെടുക്കുന്നത്, അത് MLA-മാരിൽ ഭൂരിപക്ഷം കിട്ടുന്ന ആൾക്ക് അത്തരത്തിൽ തിരഞ്ഞെടുക്കുന്ന ഒരു പതിവാണ് കോൺഗ്രസിൻ്റേത്. അതിനുശേഷം ഹൈക്കമാൻഡിൻ്റെ അനുമതിയോടെ ആയിരിക്കും മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക. അതിനപ്പുറത്തേക്ക് സൈബർ ഇടങ്ങളിൽ അത്തരം ചർച്ചകൾക്ക് തുടക്കം കുറിക്കുന്നതോ അല്ലെങ്കിൽ പോർവിളികൾ നടത്തുന്നതോ അവകാശവാദത്തിനായി അല്ലെങ്കിൽ ഈ വിജയത്തിൻ്റെ ക്രെഡിറ്റ് അവകാശപ്പെട്ടുകൊണ്ട് പോർവിളികൾ നടത്തുന്നതൊന്നും അംഗീകരിക്കാനാവില്ല എന്ന നിലപാടിലാണ് ഹൈക്കമാൻഡ്. അത് സംബന്ധിച്ച കൃത്യമായ നിർദ്ദേശം എല്ലാ മുതിർന്ന നേതാക്കൾക്ക് നൽകിയിട്ടുണ്ട്. ഇതിനോടകം തന്നെ പരസ്യ നിലപാടുമായി, ഇത്തരത്തിൽ നടക്കുന്ന ചർച്ചകൾക്കെതിരെ പരസ്യ നിലപാടുമായി KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ രംഗത്തെത്തുന്ന സാഹചര്യം കൂടിയുണ്ട്. ഈ ഫലം വരുന്നതുവരെ അത്തരം ചർച്ചകളിലേക്കോ അത്തരം പ്രചാരണങ്ങളിലേക്കോ പ്രവർത്തകരോ നേതാക്കളോ കടക്കരുത് എന്ന നിർദ്ദേശമാണ് ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്ന് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന് ഉണ്ടായിരിക്കുന്നത്. റൈറ്റ്, കൃത്യമായിട്ടുള്ള നിർദ്ദേശമാണ്. കാര്യമായിട്ട് ഇത്തരം സംസാരങ്ങൾ വേണ്ട എന്നുള്ള താക്കീത് നൽകുകയാണ് അവിടെ ഹൈക്കമാൻഡ്. ഡാൻ കുര്യനാണ് ചേർന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.